ഹലോ ഗൈസ്, അപ്പം ജാങ്കോ സീരീസിൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈത്തൺ റിഫ്രഷറാണ്. അതായത് പൈത്തൺ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പൈത്തണെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല, ബട്ട് അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ചെറിയ പരിചയമുണ്ട്. അങ്ങനത്തെവർക്കും വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ തയ്യാറായിട്ടുള്ളത്. ദെൻ ഇനിയിപ്പം പൊതുവെ പ്രോഗ്രാമിങ്ങിനായിട്ട് റിലേറ്റ് ചെയ്യാതെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഡീപ്പായിട്ട് ഏതെങ്കിലും ലാംഗ്വേജോ അല്ലെങ്കിൽ പൈത്തണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഒന്നുകൂടി ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം സീരീസ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ബട്ട് ഇൻ ജനറൽ നിങ്ങൾക്കിപ്പം ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പൈത്തൺ ചെയ്യുന്നത്, ഞാനിവിടെ ഉപയോഗിക്കുന്ന എഡിറ്റർ VS കോഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിറ്റർ ഉപയോഗിക്കാം, ലൈക്ക് സ്പൈഡർ, പൈച്ചാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡിൽ വരെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് VS കോഡിലൊരു ഫോൾഡർ, ഇപ്പോൾ ഡെസ്ക് ടോപ്പിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി, റിഫ്രഷർ. ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്തു. ഇനി ഞാനിവിടെ ഒരു ഫയൽ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തൊരു ഫയൽ, ഇപ്പം ഞാൻ ഫയലിൻ്റെ ഒരു main.py. ഓക്കെ, അപ്പോൾ പൈത്തൺ ഫയൽസിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻ എപ്പോഴും PY ആണ്, അവസാനിക്കുന്നത് PYയിലാണ്. അപ്പം ഇനി നമ്മൾ ഇതിൽ പൈത്തൺ കോഡ് എഴുതാൻ പോകണം. അപ്പം പൈത്തണിൽ ഇപ്പോൾ ബേസിക് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന കുറച്ച് ഡാറ്റ ടൈപ്സും കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, അതിന് മുമ്പായിട്ട് പൈത്തൺ ഒരു ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതായത് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് അല്ല. ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സി ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ളവർ, C++ ഒക്കെ, നമ്മൾ ഇൻറ്റ് എക്സ്, നമ്മൾ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഇപ്പം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കണം. അല്ല, ഇപ്പോൾ എക്സ് 10 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ എക്സിനെ ഡിഫൈൻ ചെയ്യണം. ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റ് ക്യാര, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. അതാണ് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഗ്വേജ്. ബട്ട് പൈത്തൺ അങ്ങനെയല്ല, പൈത്തൺ ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് x = 10 അങ്ങനെ കൊടുക്കാം. എന്ന് വെച്ചാൽ എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൈനാമിക്കായിട്ട് എന്ത് ചെയ്യും, ഇൻറ്റായി മാറും. നമുക്ക് ലേറ്റർ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ x = ഹലോ എന്ന് കൊടുക്കാം. അപ്പം ഡൈനാമിക്കായിട്ട് അത് സ്ട്രിങ് ആയി മാറും. ഓക്കെ, അതാണ് പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ടൈപ്സ് ഇപ്പോൾ x = 10 ആണെങ്കിൽ നമ്മൾ ഈ എക്സ് എന്നുള്ള വേരിയബിൾ ഇപ്പം ഏത് ടൈപ്പാണ്, അതായത് ഒരുപാട് ടൈപ്പുണ്ട്, അത് ഏത് ടൈപ്പാണെന്ന് അറിയാൻ ജസ്റ്റ് പ്രിൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ടാണ്, കൺസോളിലേക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ ടൈപ്പ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്ത്, x 10 ആണ്. 10 ആണ് ഇൻറ്റിജർ വാല്യൂ ആണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇൻറ്റിജർ. അപ്പം ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, VS കോഡാണെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ടെർമിനൽ കിട്ടും. ഓക്കെ, അപ്പം ടെർമിനൽ കിട്ടിയാൽ അതിൽ ജസ്റ്റ് പൈത്തൺ സ്പേസ് നമ്മളെ ഫയൽ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ്, പൈത്തൺ സ്പേസ് എൻ്റെ ഫയൽ നെയിം main.py. അപ്പോൾ ഇവിടെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ക്ലാസ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റ് നിന്ന്. ഇനി സപ്പോസ് ഇത് എന്തായി, ലൈക്ക് ഹലോ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ str സ്ട്രിങ് ആണ്. അപ്പം ഇതാണ് ബേസിക്. നമ്മൾ ഇനിയും ഒരുപാട് ടൈപ്പുകളുണ്ട്, കൂടുതൽ സ്പെസിഫിക് ആയി പോകുന്നില്ല, ജസ്റ്റ് കൂടുതൽ ഡീപ്പായി പോകുന്നില്ല, സ്പെസിഫിക് 2-3 പറഞ്ഞതെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമ്മൾ ആവശ്യം വരുന്ന ഒന്നാണ് ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ C ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ സാധാരണ അറേ എന്ന് പറയും. അഗെയിൻ ഇവിടുത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സിയിലൊക്കെ ആണെങ്കിൽ അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, വിത്ത് സം എക്സെപ്ഷൻസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത്
ടൈപ്പിലുള്ള ആൾക്കാരും ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് ഈസ് ഈക്വൽ ടു ലിസ്റ്റിൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റാണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൽ ഫ്രൂട്ട്സ് ഇപ്പം ഏതൊക്കെ, ആപ്പിൾ, ദെൻ ഓറഞ്ച്, ദെൻ ബനാന. ഓക്കെ, ലൈക്ക് ദിസ് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സുകളെ ലിസ്റ്റ് ചെയ്യാം. ഇനി സപ്പോസ് ഇപ്പം ഇതാണ് ഫ്രൂട്ട്സ്. ഇനി എനിക്ക് ഞാൻ ജസ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് ഫ്രൂട്ട്സ് ആണ് പ്രിൻ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഇത് ആപ്പിൾ, ഓറഞ്ച്, ബനാന. സപ്പോസ് ഞാനിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് 10 എന്നുള്ള വാല്യൂ എടുത്തു. എന്നിട്ട് ഞാൻ ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ 10 എന്നുള്ളത് ലിസ്റ്റിലുണ്ട്. അപ്പം അതായത് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഇൻറ്റിജറാണ്, ഇത് സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ സ്പെസിഫിക് ആവണം എന്നില്ല, നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അതിൽ മിക്സ് ചെയ്യുന്നതിനോട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ലിസ്റ്റ് പോലെ ഒന്നാണ് ഡിക്ഷണറി. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ കീ വാല്യൂ പേഴ്സാണ്. ഇപ്പം ഡിക്ഷണറി ഇപ്പം സപ്പോസ് നമ്മളിപ്പം ഒരു എക്സ് ഈക്വൽ ടു ഓക്കെ ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറി പറഞ്ഞാൽ കീ വാല്യൂ പേഴ്സ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. കീ എന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ റോൾ നമ്പറാണ് കീ, റോൾ നമ്പർ 1 കീ, അതിൻ്റെ വാല്യൂ, അതായത് റോൾ നമ്പർ 1ൻ്റെ വാല്യൂ ഞാനിവിടെ ഇപ്പോൾ ആളെ പേരാണെന്ന് വിചാരിച്ചു, പേര് സംതിങ് ABC, ഇതാണ് റോൾ നമ്പർ 1. ഇനി കോമ റോൾ നമ്പർ 2 DAC, ഇങ്ങനെ കീ വാല്യൂ, അതായത് ഇവിടെ 1 എന്നുള്ള കീ ആണ്, അതിൻ്റെ വാല്യൂ ആണ് ABC. ഇതിന് ഈ ഒരു രീതിയിൽ എഴുതുന്നതിന് പറയുന്നവരാണ് ഡിക്ഷണറി. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് അതുകൂടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഡിക്ഷണറി. ഇവിടെ 1 2 എന്ന് മാത്രമല്ല, ഇവിടെ എന്തും വരുത്താം. സപ്പോസ് നമുക്കിവിടെ A എന്ന് കൊടുക്കാം, ഇവിടെ B എന്ന് കീ കൊടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോഴും പ്രിൻ്റ് ചെയ്താലും പ്രശ്നമൊന്നും കാണിക്കില്ല. അതൊക്കെ ടൈപ്പും ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഇതാണ് ഡിക്ഷണറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്രൂട്ട്സിലേക്ക് തിരിച്ചു പോകണം, ലിസ്റ്റിലേക്ക്. ഓക്കെ, ലിസ്റ്റ്. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആളുകളിലൂടെ എനിക്ക് എന്ത് ചെയ്യണം, ട്രാവേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്കിപ്പം ഈ ലിസ്റ്റിലൂടെ പോയിട്ട് ഓരോ എലമെൻസിനെ എടുക്കണം. അപ്പം എനിക്കിപ്പം ഡയറക്റ്റ് ഇപ്പം ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഞാനത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ഫ്രൂട്ട്സ് ഓഫ് 0. ഇത് ഫ്രൂട്ട്സിൽ, അതായത് അറയിലൊരാളെ ലിസ്റ്റിലൊരാളെ ഫെച്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു സിൻടാക്സ് രൂപത്തിൽ കൊടുക്കുക. ഫ്രൂട്ട്സ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് 0 ഇൻഡെക്സ് ആണ്. ആപ്പിൾ ഇത് 1, ഓറഞ്ച് 1, ബനാന 2, ഇത് 3. അപ്പം 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും, ആപ്പിളിനെ കിട്ടും. ഇനി ഫ്രൂട്ട്സ് ഓഫ് 3 ആണ് നോട്ടിക്കോളും. 0 1 2 3, അപ്പം 10 ആയിരിക്കും വരും. നമ്മൾ ഔട്ട്പുട്ട് എടുക്കണേ 10 വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻറ്റ്സിനെ സ്പെസിഫൈ ചെയ്യുക. നമുക്കിപ്പോൾ ഓരോ എലമെൻറ്റ്സിനെയും ഇപ്പം 100 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 100 എലമെൻറ്റ്സിനെയും പ്രിൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് പൈത്തണിലെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പൊക്കെ ഉണ്ട്, നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ IN അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്. സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട്സിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അർത്ഥം ആദ്യം ആപ്പിൾ എടുക്കും, പിന്നെ ഓറഞ്ച് എടുക്കും, പിന്നെ ബനാന എടുക്കും, പിന്നെ 10 എടുക്കും. പിന്നെ ഞാൻ പ്രിൻ്റ് ഫ്രൂട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു, ഞാൻ റൺ ചെയ്താൽ 4 കാണിക്കും. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോർ ഫ്രൂട്ട് ഇൻ ഫ്രൂട്ട്സ് എന്നാൽ ആദ്യം ആപ്പിൾ എടുക്കും. ആപ്പിൾ ഇവിടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ആപ്പിൾ എടുത്ത് ആപ്പിൾ പ്രിൻ്റ് ചെയ്യും. രണ്ടാമത് ഈ ലൂപ്പ് വീണ്ടും റൺ ചെയ്യും. അപ്പോൾ ഓറഞ്ച് എടുക്കും, ഓറഞ്ച് പ്രിൻ്റ് ചെയ്യും. ബനാന എടുക്കും, ബനാന പ്രിൻ്റ് ചെയ്യും ഇവിടെ. ദെൻ ഈ 10 എടുക്കുന്നു, 10 പ്രിൻ്റ് ചെയ്യുന്നു. അതാണ് ഈ ലൂപ്പിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ലൂപ്പിൻ്റെ കോൺസെപ്റ്റ്. പിന്നെ ജസ്റ്റ് ഇപ്പം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് ഇപ്പോൾ x = 10 ഫോർ എക്സാമ്പിൾ, y =
12. ഇനി നമുക്ക് ഇപ്പം ഇങ്ങനെ കൊടുക്കാം, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് എക്സ്. ഇങ്ങനെ ഇതാണ് ലൂപ്പിംഗ് കോൺസെപ്റ്റ്. അതായത് ഒന്നുമില്ല, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞാൽ 10 എക്സ് 10 ആണല്ലോ, 10 ഗ്രേറ്റർ ദാൻ 12. ഈ കോളൻ ഇവിടെ നിർബന്ധമാണ്. അതായത് ഇതിൻ്റെ പൈത്തണിൻ്റെ സിൻടാക്സ് ആണ്. അതുപോലെ തന്നെ ഈ അതായത് ഇഫിൻ്റെ ഏത് ലൂപ്പായാലും ഇഫ് ആയാലും അതിൻ്റെ ബോഡി എപ്പോഴും ഈ 4 സ്പേസ് വിട്ടിട്ടായിരിക്കണം, അതായത് ഇൻഡൻറ്റേഷൻ ടാബ്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ പ്രിൻറ്റ് എക്സ്. ഇവിടെ 10 ഗ്രേറ്റർ ദാൻ 12 അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇഫിൻ്റെ ഉള്ളിലോട്ട് പോവില്ല. ഓക്കെ, ഒന്നും ഔട്ട്പുട്ടൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ എൽസ് കൊടുക്കാം. എൽസ് എന്ന് പറഞ്ഞാൽ അല്ല ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല എന്ന് വെച്ചാൽ 10 ഗ്രേറ്റർ ദാൻ 12 അല്ലല്ലോ. ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോയനെ, അല്ലെങ്കിൽ എൽസ് ഭാഗത്ത് വരും. എൽസ് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് വൈ എന്ന് കൊടുത്താൽ ഇവിടെ 12 എന്ന് വൈ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഫോർ ലൂപ്പിൽ, നമ്മളിവിടെ പറഞ്ഞ ഫോർ ലൂപ്പിൽ ഇപ്പം ഫ്രൂട്ട് ഞാൻ കൊടുത്തു, ഇതെന്തും കൊടുക്കാം ഐന്ന് കൊടുക്കാം. ഓക്കെ, ഐന്ന് കൊടുത്താൽ ഇവിടെ പ്രിൻ്റ് ആയി. ഈ ഐയിലോട്ടാണ് എന്ത് വരിക, ഓരോ ടൈം ഓരോ കറങ്ങലിലും ഈ ആപ്പിൾ വരും, ആദ്യം ഐ, പിന്നെ ഓറഞ്ച് വരും, പിന്നെ ബനാന വരും. അതെന്തും കൊടുക്കാം. ഓക്കെ, ഇവിടെയും പിന്നെ ഈ കോളനും പിന്നെ ഈ 4 ഇൻഡൻറ്റേഷനും മസ്റ്റാണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരുന്ന കോൺസെപ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റഡ്ലി ഒരു ടാസ്ക് ചെയ്യാൻ. അതായത് ഇപ്പം 2 നമ്പേഴ്സ് കൂട്ടണം. അത് ചിലപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റിൽ ഇപ്പം സപ്പോസ് നമ്മളിപ്പം 2 നമ്പർ കൂട്ടേണ്ടത് നമ്മൾ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 നമ്പർ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫ് സം എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ടാക്കാം. അതായത് ഇത് ഞാൻ ജസ്റ്റ് ആദ്യം ടൈപ്പ് ചെയ്തിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻ്റെ സിൻടാക്സ് ആണ് ഡെഫ്. സ്റ്റാർട്ടിങ്ങത്തിൽ കീവേഡ് ഡെഫ്. ഇത് ഫങ്ഷൻ്റെ പേര് സം. ഓക്കെ, ഇത് ബ്രാക്കറ്റിനുള്ളിലെ ഫങ്ഷൻ്റെ പാരാമീറ്റേഴ്സ്, റിസീവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഫങ്ഷനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്. ഇപ്പം അതാണ് A, B. അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളിഷ്ടമാണ്. പിന്നെ റിട്ടേൺ A+B എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട്, ഇപ്പം ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് A+B എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ പാസ് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ അത് കൂട്ടിയതിന് ശേഷം റിട്ടേൺ ചെയ്തു പറഞ്ഞാൽ വിളിച്ച സ്ഥലത്തേക്ക് തന്നെ ആൻസർ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഈ വരി എടുക്കുകയാണെങ്കിൽ S=sum of 5,6. അപ്പം 5,6 എന്ന് പറഞ്ഞാൽ ഇതാണ് കോൾ ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അപ്പം ഈ സം ഓഫ് എന്നുള്ള ഈ ഫംഗ്ഷൻ്റെ പേര് ഓഫ് ഈ 2 എക്കും ബിക്കുള്ള വാല്യൂ. അപ്പോൾ 5ഉം 6ഉം കൂട്ടണമെങ്കിൽ 5ഉം 6ഉം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ എക്ക് 5ആയി, ബിക്ക് 6ആയി. ഇനി റിട്ടേൺ A+B പറഞ്ഞാൽ 5 + 6 11 റിട്ടേൺ പറഞ്ഞാൽ വിളിച്ചെടുത്ത് തന്നെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു എസ് എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. S=, ദെൻ പ്രിൻറ്റ് എസ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ, സം ചെയ്ത വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ. അപ്പോൾ 11 വരും. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ യൂസ്ഫുൾ. ഇതിപ്പോൾ നമുക്ക് നേരിട്ട് 5 + 6 നടിച്ചാൽ പ്രിൻറ്റ് 5 + 6 നടിച്ചാൽ ആൻസർ കിട്ടും. പക്ഷെ ഇതിൻ്റെ യൂസ്ഫുൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പം ഈ പ്രോഗ്രാമിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടണമെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ഈ പ്ലസ് ഈ സെയിം റിപ്പീറ്റേഷൻ വരും. ഇപ്പം 5 + 6 11 + 4 അങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഈ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. ഇപ്പോൾ സം ഓഫ് 6,11 ഇങ്ങനെ വിളിക്കുക. ഇതിനെ പ്രിൻറ്റ്, കാരണം റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ വിളിച്ച സ്ഥലത്ത്. അപ്പോൾ പ്രിൻറ്റ് എന്നടിച്ചാൽ ആൻസർ വരും. 11 ആദ്യത്തതും 11 + 6 ഈ 17 രണ്ടാമത്തതും. അപ്പം എന്താണ്, റിപ്പീറ്റഡ് ടാസ്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷനൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. ജാങ്കോ എൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും.
ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസ്. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പം ഒരു നമ്മളെ നോർമൽ ക്ലാസ് തന്നെ കൺസിഡർ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇപ്പം ക്ലാസ് റൂം ഒരു CS2, ഓക്കെ, ഒരു CS ഡിപ്പാർട്ട്മെൻറ്റാണ് CS2 എന്ന് പറഞ്ഞ ക്ലാസ്. അതിൽ എന്തുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ക്ലാസ് എന്നുള്ളത് ആ ഒരു ക്ലാസ്സും അതിലെ ഒബ്ജക്ട്സാണ് ആര്, ഈ സ്റ്റുഡൻസ്. റോൾ നമ്പർ 1, 2, 3 അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് അതിലുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ക്ലാസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് തിരിച്ച്, അതായത് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഒരു ക്ലാസ് സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റിന് എന്തുണ്ട്, ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാ സ്റ്റുഡൻസിനും ബാധകമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ക്ലാസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, 2 കോളൻ ഉണ്ട്. ഓക്കെ, ഒരു കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ആദ്യം ടൈപ്പ് ചെയ്യാം, എന്നിട്ട് ഞാൻ അതിന് ശേഷം എന്താണെന്ന് പറയാം. ഓക്കെ, ഇപ്പം ഇതാണൊരു ക്ലാസ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ ഇപ്പം ക്ലാസ്സിൻ്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എപ്പോഴും കേസ് എസ് ക്യാപിറ്റലായി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ കേസ്. അതായത് പാസ്കൽ കേസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, അതാണ് അതിൻ്റെ ഒരു ജനറൽ ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി ഈ ഡെഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനാണ്. ഇനി ഈ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. ഇനിറ്റ് പറഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യാൻ, ഈ ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ്. ഇനി സെൽഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു നമ്മൾ ഇപ്പോൾ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റ്, അതാണ് സെൽഫ്. ഇത് കൂടുതൽ വറീഡ് ആവേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നെയിം, റോൾ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ റിസീവ് ചെയ്യുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പം ഇത് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുമല്ലേ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റിൽ ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സപ്പോസ് ഞാൻ ABC, ഇതാണ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ABC അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് 1 ഈസ് ഈക്വൽ ടു ഈ സ്റ്റുഡൻറ്റ് ഓഫ്, ഇങ്ങനെ ഇട്ടാൽ ഈ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലെ ഒരു ഒബ്ജക്റ്റാണ് ആര്, സ്റ്റുഡൻറ്റ് 1. അതായത് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു സാധനം, അതിലെ ഒരു ഒബ്ജക്റ്റാണ് ആര്, സ്റ്റുഡൻറ്റ് 1. സ്റ്റുഡൻറ്റ് 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഇനി ഈ സ്റ്റുഡൻറ്റ് ഓഫ് എന്ന് വിളിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പം, ഇൻസ്റ്റൻഷ്യേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനെ വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനെ ഞാൻ വിളിക്കും. ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ എന്തുണ്ട്, നമ്മൾ സെൽഫ് ഒഴിവാക്കിയിട്ട് നെയിം, റോൾ നമ്പറും നിർബന്ധമാണ്, പാസ് ചെയ്യണം. ഈ സ്റ്റുഡൻറ്റിൻ്റെ പേര് സപ്പോസ് ABC എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ പേര്. ഇനി ഇയാളെ റോൾ നമ്പർ സപ്പോസ് 34 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ABC എന്ന പേരുള്ള 34 എന്ന റോൾ നമ്പറുള്ള ഒരു സ്റ്റുഡൻറ്റ് 1 എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതുപോലെ ഞാൻ ഇനി എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിൽ സ്റ്റുഡൻറ്റ് 2 ഉണ്ടാക്കി. സ്റ്റുഡൻറ്റ് 2 ABCDEF എന്ന് പേര് കൊടുത്തു, 35 എന്ന റോൾ നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ഇതൊക്കെ ഡിഫൈൻഡ് ആണ്, രണ്ടും 2 ഒബ്ജക്ട്സ് ഉണ്ടാക്കി. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റുഡൻറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് എത്ര ഫംഗ്ഷൻ വേണേലും ഇവിടെ ഡിക്ലെയർ ചെയ്യാം. സപ്പോസ് ഞാൻ ഡെഫ് ഗെറ്റ് നെയിം ഇങ്ങനെ ഫംഗ്ഷൻ ഉപയോഗിച്ചു, ഗെറ്റ് നെയിം. ഓക്കെ, എല്ലാ ഫംഗ്ഷനും ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എപ്പോഴും എന്താണ്, സെൽഫാണ്. ഓക്കെ, സെൽഫ് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്യാണ്, പ്രിൻ്റ് സെൽഫ് ഡോട്ട് നെയിം. അപ്പം ഈ ഒരു ഫംഗ്ഷൻ അപ്പോൾ ഞാൻ വിളിക്കുകയാണ്, സ്റ്റുഡൻറ്റ് 1ൻ്റെ നെയിം എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്റ്റുഡൻറ്റ് 1
ഡോട്ട് ഗെറ്റ് നെയിം ഇങ്ങനെ കൊടുക്കണം. student1.getName ഇങ്ങനെ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ ABC എന്ന് കിട്ടും. അതായത് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ student1 എന്നുള്ള ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി. ആളെ പേര് ABC ആണ്, 34 ആണ് ആളെ റോൾ നമ്പർ. അപ്പം student1.getName എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പറ്റും, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഈ സെൽഫ് എന്ന് വെച്ചാൽ അവിടെ ഏത് ഒബ്ജക്റ്റാണ്, ഏത് ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റാണ് സെൽഫ്. അപ്പോൾ ഇവിടെ നമ്മൾ student1.getName എന്നാൽ student1 ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ student1 ആണ് സെൽഫിൽ ഉണ്ടാവുക. അപ്പോൾ student1.name എന്ന് പറയുമ്പോൾ student1ൻ്റെ പേര്, അതായത് ABC, അതിന് സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിട്ടേൺ self.name എന്നാൽ student1ൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ ABC കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ലേഔട്ട്. ഓക്കെ, അപ്പം ഇതാണ് പൈത്തണിൻ്റെ ഒരു റിഫ്രഷർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് ഗൂഗിളിലും W3 സ്കൂൾസിലോ അല്ലെങ്കിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ തന്നെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കയറാം. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇതിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ദെൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി എന്ത് ചെയ്യും, ഒരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, ജാങ്കോയിൽ ഒരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ആ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ സീ യു ദെയർ. ഗുഡ് ബൈ.